ലിസബത്ത് സ്വല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പൈനാപ്പിൾ കറിയാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചെറിയൊരു മധുരക്കറിയാട്ടോ. ഇതിൽ നമ്മൾ മോരോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് പറയാം. ഇതിനായിട്ട് 2 കപ്പ് പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ നല്ലതുപോലെ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ആ നടുക്കത്തെ കൂഞ്ഞിലും കളയണം. അതിനുശേഷം നൈസായിട്ട് നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഉണക്കമുന്തിരിയാണ്. ഒരു 2 പിടി 2-3 പിടി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉണക്കമുന്തിരിങ്ങ എടുക്കാം. അത് സീഡ്ലെസ് ആണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ സീഡ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ശർക്കര. അത് ആ മധുരമനുസരിച്ച്, ഈ പൈനാപ്പിളിൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് വേണം അത് ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അരയ്ക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ അരയ്ക്കുമ്പോൾ നമ്മളൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ 1 കഷ്ണം, അതൊക്കെ പേരിന് മാത്രം ചേർത്താൽ മതി. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, 3 പച്ചമുളക്. വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും വേണം, പാകത്തിന് ഉപ്പും. ആദ്യം ഈ തേങ്ങയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. എന്നുവെച്ചാൽ ഒത്തിരി വെണ്ണ പോലെ അരയ്ക്കണ്ട, ഒന്ന് അരയണം, നന്നായിട്ട് അരയണം, അത്രയേ ഉള്ളൂ. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. ഇപ്പോൾ തേങ്ങ അരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. കുറച്ച് എണ്ണയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ പാനിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുകയാണ്. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കളറൊക്കെ ഒന്ന് മാറി, ഒത്തിരി കളർ മാറുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, തേങ്ങയ്ക്ക് കൂടാൻ മാത്രം. ഇപ്പോൾ തേങ്ങയെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയൊക്കെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ തേങ്ങ ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് പൈനാപ്പിൾ, പിന്നെ പാകത്തിന് വെള്ളം, കുറച്ച് നേരത്തെ വെള്ളം വേണം, കുറച്ച് വെള്ളം വേണം. ഇതിന് കുറച്ച് വേവുണ്ട്, ഒത്തിരി വേവൊന്നുമില്ല, എന്നാലും നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം എന്തോന്നുള്ളത്. കുറച്ച് വെള്ളത്തിൽ തന്നെ വേവിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ പാകത്തിന് ഉപ്പും, ഒരു ചെറിയ കഷ്ണം ശർക്കരയും. ആദ്യം കുറച്ച് ശർക്കര ഇട്ടാൽ മതി. പിന്നെയും പൈനാപ്പിളിൻ്റെ പുളിപ്പൊക്കെ അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മധുരിപ്പ് വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വെന്തോന്നൊക്കെ നോക്കണം. പിന്നെ പാകത്തിന് ഉപ്പ്, മധുരം ഇതെല്ലാം ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ. ഈ മധുരക്കറി ആയതുകൊണ്ട് തന്നെ അതിന് അധികം എരിവ് വേണ്ട, എന്നാൽ ചെറുതായിട്ട് എരിവ് വേണം താനും. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്ക് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളകോ മുളക് പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം ഇതിന് കുറച്ച് പുളിപ്പാണ് മുന്നേ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വെന്തലിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു പാകത്തിന് വേണം, അത്രയേ ഉള്ളൂ. പൈനാപ്പിൾ വെന്തു. ഇനി നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് ശരിയാണ് കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളമോടെ ചേർത്തോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിൽ നല്ലതുപോലെ തിളയ്ക്കട്ടെ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ ചേർക്കണേ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ചേർക്കാം. അതിന് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനിവിടെ 2 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് കുറച്ച് സമയം ഒന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വെള്ളം മുന്നേ വരണം, ഒത്തിരി വെള്ളം വേണ്ട. ഇതൊരു കുറുകിയ കറിയാണ്, അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം വേണം. തണുക്കുമ്പോൾ കുറച്ച് കുറുകുമല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പോ പുളിയോ ഒക്കെ നോക്കാം. എന്തെങ്കിലും പുളിപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പോ മധുരമോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ കറിക്കിപ്പം പാകത്തിന് ഉപ്പ്, പുളി, മധുരം എല്ലാം ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. ഇപ്പോൾ ഈ ഓണത്തിന് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഈ കറിക്ക് പാകത്തിന് ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.